വേനൽക്കാലം എത്തിക്കഴിഞ്ഞു ആൻഡ് ചന്നം പിന്നെ പുതിയ സൺസ്ക്രീൻസ് ലോഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് സൺസ്ക്രീൻ മേടിക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് നിങ്ങളെങ്കിൽ ദിസ് വീഡിയോ ഇസ് ജസ്റ്റ് ദി വൺ ഫോർ യു. ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഞ്ജു. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യു മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഈ ചാനലിൽ ഒരു ഗിവ് അവേ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഐ ഹാഡ് അനൗൺസ് ദി 3 winners ടു. പക്ഷെ അതിലൊരാൾ ഗിവ് അവേയുടെ റൂൾസ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ പ്യോർലി റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഗിവ് അവേ ആയതുകൊണ്ട് തന്നെ ഐ തോട്ട് ഐ ഷുഡ് ബി റിയലി ഫെയർ വൈൽ ചൂസിങ് ദി winners. So I had to choose another winner in that spot and the giveaway winner is I am not perfect but I am unique. Thank you so much for participating and congratulations to you. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓൾമോസ്റ്റ് 8 സൺസ്ക്രീൻസ് റിവ്യൂ ചെയ്യുന്നുണ്ട്. ഇതിൽ 1-2 ലേറ്റസ്റ്റ് ലോഞ്ചസ് ഉണ്ട് ആൻഡ് സം ഓഫ് ദം കുറച്ച് മുന്നേ ലോഞ്ച് ചെയ്തതാണ്, ബട്ട് ഞാൻ ഇത് ട്രൈ ചെയ്തിട്ടില്ല. സോ ഇറ്റ്സ് ന്യൂ ഫോർ മീ. ആൻഡ് ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ പ്ലീസ് ഡു ചെക്ക് ഔട്ട് ദിസ് പ്ലേലിസ്റ്റ്. ഇതിൽ ഞാൻ ഇതിന് മുന്നേ ട്രൈ ചെയ്തിട്ടുള്ള എല്ലാ സൺസ്ക്രീൻസിൻ്റെ റിവ്യൂസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഐ ആം പ്രിറ്റി ഷുവർ ദാറ്റ് നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന സൺസ്ക്രീൻ 90% ഈ വീഡിയോസിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഉണ്ടാവും. ബിക്കോസ് ഞാൻ കുറേ സൺസ്ക്രീൻസ് ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന കുറേ സൺസ്ക്രീൻസിൽ ന്യൂജൻ ഫിൽറ്റേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് അത് വെച്ച് മാർക്കറ്റ് ചെയ്യുന്ന കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വാട്ട് ഇസ് ദിസ് ന്യൂജൻ UV ഫിൽറ്റേഴ്സ്? ഇപ്പോൾ നമ്മൾ പഴയ സൺസ്ക്രീൻസിൻ്റെ വർക്ക് ചെയ്യുന്നില്ലായിരുന്നോ? സോ ഇഫ് ഇൻ കേസ് യു ആർ ഓൾസോ വണ്ടറിങ്, അതേക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. ഓൾഡ് ജനറേഷൻ ഫിൽറ്റേഴ്സ് ആൻഡ് ന്യൂ ജനറേഷൻ UV ഫിൽറ്റേഴ്സിൻ്റെ ബേസിക് ഡിഫറൻസസ് എന്താണെന്ന് വെച്ചാൽ, ഓൾഡ് ഫിൽറ്റേഴ്സ് കുറച്ചുകൂടെ ലെസ് ഫോട്ടോ സ്റ്റേബിൾ ആണ്. ദാറ്റ് ഈസ് സൺലൈറ്റിന് കുറച്ചുകൂടെ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവും. പക്ഷെ ന്യൂ ഫിൽറ്റേഴ്സ് കുറച്ചുകൂടെ ഫോട്ടോ സ്റ്റേബിൾ ആയിട്ടുള്ള ഫിൽറ്റേഴ്സ് ആണ്. ദാറ്റ് ഈസ് കുറച്ചുകൂടെ നേരം പ്രൊട്ടക്ഷൻ പ്രൊലോങ്ഡ് ആയിട്ട് നമുക്ക് കിട്ടും. ഓൾഡ് ജെൻ ഫിൽറ്റേഴ്സ് ചിലർക്ക് കുറച്ച് എന്തെങ്കിലും സ്കിൻ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് ന്യൂ ജെൻ ഫിൽറ്റേഴ്സിന് സ്കിൻ ഇറിറ്റേഷൻസ് ഒക്കെ കുറച്ചുകൂടെ കുറവായിരിക്കും. പിന്നെ കാലം ചെല്ലുന്തോറും പുതിയ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. സോ അങ്ങനെ ഡെവലപ്പായി വന്ന കുറച്ച് സെഗ്മെൻറ്റ് ഓഫ് ഫിൽറ്റേഴ്സാണ് ഈ ന്യൂ ജെൻ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് കൺസിഡേർഡ് ടു ദി ഓൾഡ് ജെൻ ഫിൽറ്റേഴ്സ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഓൾഡ് ജെൻ ഫിൽറ്റേഴ്സ് ആർ ബാഡ്. ഓൾ ദി ഇൻഫർമേഷൻസ് അസൈഡ് നമുക്ക് വേഗം സൺസ്ക്രീൻ റിവ്യൂസിലോട്ട് കിടക്കാം. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വൈറൽ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആയിരുന്നു ദിസ് വൺ. ഇറ്റ് ഈസ് വിഷ് കെയർ ഡെയിലി ടിൻറ്റഡ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ. ഇതിൽ SPF 50 ഉണ്ട്, PA4+ റേറ്റിംഗ് ആണ് വരുന്നത്. ദിസ് ഇസ് എ ഹൈബ്രിഡ് സൺസ്ക്രീൻ ആൻഡ് ന്യൂ ജനറേഷൻ ഫിൽറ്റേഴ്സ് ആണ് ഇതിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ളത്. ആൻഡ് ദിസ് ഇസ് ഫ്രേഗ്രൻസ് ഫ്രീ ടു. ഇതിൽ കുറേ സ്കിൻ ബെനിഫിറ്റിംഗ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ദാറ്റ് ഇസ് പാന്തനോൾ, നയാസിനമൈഡ്, സിക്ക, ജിൻസിങ് തുടങ്ങിയ നല്ല സ്കിൻ ബെനിഫിറ്റിംഗ് ഇൻഗ്രീഡിയൻസ് ഉള്ളൊരു സൺസ്ക്രീനാണിത്, വിച്ച് ഇസ് എ പ്ലസ് പോയിന്റ്. ഇനി ടെക്സ്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദിസ് ഇസ് വെരി സിമിലർ ടു ദി ഓയിൽ ബാലൻസ് സൺസ്ക്രീൻ ഫ്രം വിഷ് കെയർ. ദിസ് ഹാസ് എ വെരി റണ്ണി വാട്ടറി കൈൻഡ് ഓഫ് ഫ്ലൂയിഡി ടെക്സ്ചർ. ആൻഡ് ഇത് ടിൻറ്റഡ് ആയതുകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. നല്ലൊരു നാച്ചുറൽ മാറ്റ് കൈൻഡ് ഓഫ് ഫിനിഷ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ടിൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദിസ് കംസ് ഇൻ 12 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്. അത് ഞാൻ നല്ലപോലെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. 12 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് എന്ന് പറയുമ്പം ഐ വാസ് വെരി എക്സൈറ്റഡ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദർ ഇസ് നോ ഷെയ്ഡ് ഫോർ മീ. എൻ്റെ സ്കിൻ ടോണായിട്ട് ഒരിക്കലും മാച്ച് ആവില്ല, ബട്ട് പ്രിറ്റി ക്ലോസ് എന്ന് എനിക്ക് തോന്നിയ ഒരേ ഒരു ഷെയ്ഡ് ഇതായിരുന്നു. M204 എന്ന് പറഞ്ഞ ഷെയ്ഡിലാണ് ഞാൻ മേടിച്ചത്. ആൻഡ് സ്വാച്ചസ് കണ്ടപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ദിസ് ഹാസ് മോർ ഓഫ് എ പിങ്ക് അണ്ടർ ടോൺ ടു ഇറ്റ്. അതുപോലെ തന്നെ ആയിരുന്നു വന്നതും. ഇറ്റ് ഹാസ് എ വെരി ഹെവി പിങ്ക് അണ്ടർ ടോൺ ടു ഇറ്റ്. ആ ഒരു സ്ട്രോങ് പിങ്ക് അണ്ടർ ടോൺ ഉള്ളതുകൊണ്ട് തന്നെ ഇറ്റ് മേക്സ് മൈ ഫേസ് ലുക്ക് വെരി ആഷി. എനിക്ക് ജനറലി ടിൻറ്റഡ് സൺസ്ക്രീനോട് വലിയ താല്പര്യമുള്ള ഒരാളല്ല, ബട്ട് ഐ ഫീൽ ഡോട്ട് ആൻഡ് കീ ടിൻറ്റഡ് സൺസ്ക്രീൻ വർക്ക്ഡ് ബെറ്റർ ഫോർ മീ. ആൻഡ് ഷെയ്ഡ് റേഞ്ച് വൈസും അതിൽ 6 or 7 ഷെയ്ഡ്സേ ഉള്ളെങ്കിൽ പോലും ഐ ഫീൽ എൻ്റെ സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ അതിലൊരു ഷെയ്ഡ് ഫൈൻഡ് ചെയ്യാൻ പറ്റും, ബട്ട് നോട്ട് ഇൻ ദിസ് വൺ. 203 എന്ന് പറയുന്ന ഷെയ്ഡ് വാസ് ടു യെല്ലോ ആൻഡ് ലൈറ്റ് ആൻഡ് 204 ഇസ് ടു പിങ്കിഷ്. ഇനി അടുത്ത ഷെയ്ഡിലോട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് ഇസ് വെരി ഡാർക്ക്. സോ ദർ ഇസ് നോ ഇൻ ബിറ്റ്വീൻ. സോ ഇഫ് യു ആർ സംവെയർ അറൌണ്ട് മൈ സ്കിൻ ടോൺ യു ആർ നോട്ട് ഗോയിങ് ടു ഫൈൻഡ് എ ഷെയ്ഡ് ഇൻ ദിസ്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഐ എം നോട്ട് എ ഹ്യൂജ് ഫാൻ ഓഫ് ടിൻറ്റഡ് സൺസ്ക്രീൻ, ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഇതിൻ്റെ കവറേജ് ഭയങ്കര മിനിമൽ കവറേജ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതില്ലാതെ നമുക്ക് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു നോർമൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് വേണ്ട ദിവസങ്ങളിൽ മാത്രം ഒരു സ്കിൻ ടിൻറ്റ് യൂസ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് ഇത് പെട്ടെന്ന് അങ്ങോട്ട് സെറ്റിൽ ആവും. ദാറ്റ് ഇസ് ഇങ്ങനെ നമ്മൾ ഡോട്ട് ചെയ്തിട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നിന്നാൽ ഡോട്ട് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വരുമ്പോഴത്തേനും ഇതവിടെ സെറ്റിലായിട്ടുണ്ടാവും. സോ പെട്ടെന്ന് ക്വിക്കായിട്ട് ഒരു സൈഡ് ഇട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അടുത്ത സൈഡ് ഇട്ട് ബ്ലെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ. എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടെക്സ്ചേർഡ് ആയിട്ടുള്ള സ്കിന്നാണ്. ആ ടെക്സ്ചറിലൊക്കെ ഇതങ്ങ് ഒട്ടി നിൽക്കുന്നു, അല്ലെങ്കിൽ ആ ടെക്സ്ചറൊക്കെ കുറച്ചൊന്ന് എംഫസൈസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. ഓവറോൾ ഞാൻ പറഞ്ഞു തരുന്നത് ദിസ് ഡിഡ് നോട്ട് വർക്ക് ഫോർ മീ. ഇഫ് യു ഹാവ് കോമ്പിനേഷൻ ടു നോർമൽ സ്കിൻ ടൈപ്പ്, നിങ്ങൾക്ക് ഒരു ഷെയ്ഡ് ഇതിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് ടിൻറ്റഡ് സൺസ്ക്രീൻസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ
then maybe this might work for you. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് ഒരു കവറേജ് വേണമെന്നാണെങ്കിൽ I would always prefer using a normal സൺസ്ക്രീൻ. അതിൻ്റെ മുകളിൽ സ്കിൻ ടിൻ്റ് ആണെങ്കിൽ സ്കിൻ ടിൻ്റ്, ഫൗണ്ടേഷൻ ആണെങ്കിൽ ഫൗണ്ടേഷൻ, അവർ കുറച്ചുകൂടെ കവറേജ് വേണമെങ്കിൽ കൺസീലർ മാത്രം യൂസ് ചെയ്തിട്ട് പോകുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക കേട്ടോ. അടുത്തത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്ന ഒരു പുതിയ സൺസ്ക്രീൻ ലോഞ്ച് ആയിരുന്നു. ഇറ്റ് ഇസ് ഫ്രം ഡോട്ട് ആൻഡ് കീ. ദിസ് ഇസ് ഡ്രാഗൺ ഫ്രൂട്ട് ബൗൺസ് സൺസ്ക്രീൻ ഫ്രം ഡോട്ട് ആൻഡ് കീ. നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടൊക്കെ അറിയായിരിക്കും ദാറ്റ് ഐ ലവ് ഡോട്ട് ആൻഡ് കീ സൺസ്ക്രീൻസ്. ഐ പേഴ്സണലി ഫീൽ ദാറ്റ് ഡോട്ട് ആൻഡ് കീ ഈസ് വൺ ഓഫ് ദാറ്റ് ബ്രാൻഡ് ദാറ്റ് മേക്സ് ബ്യൂട്ടിഫുൾ സൺസ്ക്രീൻസ്. എനിക്ക് ഒരുവിധം അവരുടെ എല്ലാ സൺസ്ക്രീൻസും വർക്ക്ഔട്ട് ആവാറുണ്ട്. എനിക്ക് അവരുടെ വാട്ടർമെലൺ സൺസ്ക്രീനും ബ്ലൂബെറി സൺസ്ക്രീനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ വാസ് സൂപ്പർ ഡ്യൂപ്പർ എക്സൈറ്റഡ് ഫോർ ദിസ് ലോഞ്ച്. ആൻഡ് ഇപ്പോൾ അവർ പാക്കേജിങ്ങും കുറച്ച് മാറ്റിയിട്ടുണ്ട്. ദിസ് ലുക്ക് സോ ക്യൂട്ട് ആൻഡ് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്മോൾ യെറ്റ് എലഗൻ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ പാക്കേജിംഗ് ആണ് കേട്ടോ. ഐ റിയലി ലവ് ദിസ് പാക്കേജിങ്. അതുകൊണ്ട് തന്നെ ഞാനിത് ഇറങ്ങിയ ദിവസം തന്നെ ഓർഡർ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. സോ ആസ് യൂഷ്വൽ ദിസ് ഹാസ് SPF 50 ആൻഡ് PA 4+ റേറ്റിംഗ്. ഇതൊരു കെമിക്കൽ സൺസ്ക്രീൻ ആണ് ആൻഡ് ഇതിലും മോസ്റ്റ്ലി ന്യൂ ജനറേഷൻ UV ഫിൽറ്റേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് ഇസ് ഫ്രേഗ്രൻസ് ഫ്രീ ടു. ഇതിൽ കീ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഡ്രാഗൺ ഫ്രൂട്ട് എക്സ്ട്രാക്ട്, നയാസിനമൈഡ്, പെപ്റ്റൈഡ്, സെറമൈഡ്സ് ആൻഡ് ഹൈലറോണിക് ആസിഡ് ഒക്കെയാണ്. ടെക്സ്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനും കുറച്ചൊരു ഫ്ലൂയിഡി ക്രീമി കൈൻഡ് ഓഫ് ടെക്സ്ചർ ആണ് ഉള്ളത്. ബട്ട് നോട്ട് ആസ് റണ്ണി ആസ് ദി വിഷ് കെയർ വൺ. അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ഔട്ട് ആവുകയും ചെയ്യും. ആൻഡ് ഇറ്റ് ഗിവ്സ് സ്ലൈറ്റ്ലി ഡ്യൂയി കൈൻഡ് ഓഫ് ഫിനിഷ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് സെറ്റിലാവുന്ന എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ. ദാറ്റ് ഈസ് ഇത് സ്ലൈറ്റ്ലി ഒരു ഡ്യൂയി ഫിനിഷ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അറ്റ് ദി സെയിം ടൈം നമ്മുടെ സ്കിൻ അങ്ങോട്ട് തൊടുമ്പോൾ ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര മാറ്റ് സൺസ്ക്രീൻസ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ എങ്ങനെ ഫീൽ ചെയ്യുക, അങ്ങനത്തെ ഒരു മാറ്റ് ഫീലിംഗ് ആണ് തരുന്നത്. ബട്ട് ഓൺ ദി മിറർ ഇറ്റ് ലുക്സ് സ്ലൈറ്റ്ലി ഡ്യൂയി. കുറച്ചൊരു വിയേർഡ് ആയിട്ടുള്ള സെറ്റിലിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ബട്ട് ഐ റിയലി ലൈക്ക് ദിസ് പ്രോഡക്റ്റ് ആക്ച്വലി. എനിക്ക് ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആണ് ഉള്ളതെങ്കിൽ പോലും ഐ റിയലി ലൈക്ക് ആ ഒരു നാച്ചുറൽ ഡ്യൂയി കൈൻഡ് ഓഫ് ഫിനിഷ് ചെയ്യുന്ന സൺസ്ക്രീൻസ് ആണ് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത്. ബിക്കോസ് ഇറ്റ് മേക്സ് മൈ സ്കിൻ ലുക്ക് ഹെൽത്തിയർ. അതുകൊണ്ട് തന്നെ ഐ റിയലി ലൈക്ക് ദി കൺസിസ്റ്റൻസി, ദി ടെക്സ്ചർ ആൻഡ് ദി ഫിനിഷ് ഓഫ് ദിസ് പെർട്ടിക്കുലർ സൺസ്ക്രീൻ. ഇനി ആർക്കാണ് ഇത് ബെസ്റ്റ് സ്യൂട്ടഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഐ പേഴ്സണലി ഫീൽ ദാറ്റ് എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൺസ്ക്രീൻ തന്നെയാണിത്. ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് ശേഷം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. കോമ്പിനേഷൻ നോർമൽ സ്കിൻ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ യു വിൽ ലവ് ദിസ്. ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവരാണെങ്കിൽ ഇഫ് യു ഡു നോട്ട് മൈൻഡ് സ്ലൈറ്റ് ഒരു ഡ്യൂയി കൈൻഡ് ഓഫ് ഫിനിഷ് നിങ്ങൾക്ക് പ്രശ്നമല്ല, ഇഫ് യു ആർ ഓക്കെ വിത്ത് ഇറ്റ് ലൈക്ക് മീ, then you can also pretty much use this. This feels very lightweight and നമ്മുടെ സ്കിന്നിൽ അങ്ങനെ ഒന്നും ഇട്ട പോലെ തോന്നില്ല. ബട്ട് ആ ഒരു ലൈറ്റ് ഹെൽത്തി ഡ്യൂയി കൈൻഡ് ഓഫ് ഫിനിഷ് തരുകയും ചെയ്യും കേട്ടോ. So I really like this. As usual, Dot and Key did not disappoint me. Next sunscreen is from Dr. Sheth's. I think after Dot and Key, Dr. Sheth's ആണ് best sunscreens ഉണ്ടാക്കുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത്. This is Dr. Sheth's Ashwagandha and Alpha Arbutin sunscreen with SPF 50 PA 4+ റേറ്റിംഗ്. ഇതൊരു ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണ് ആൻഡ് അത്യാവശ്യം കുറച്ച് നാൾ മുന്നേ ഇറങ്ങിയ ഒരു സൺസ്ക്രീൻ ആണിത്. ആൻഡ് ദിസ് യൂസസ് മോസ്റ്റ്ലി ഓൾഡ് ജെൻ ഫിൽറ്റേഴ്സ്. ഇതിൽ ഫ്രേഗ്രൻസും ഇല്ല. അതുകൊണ്ട് ഇഫ് യു ആർ സംവൺ ഹു അവോയ്ഡ്സ് ഫ്രേഗ്രൻസ് ഇൻ സ്കിൻ കെയർ ലൈക്ക് മീ, ദെൻ യു ക്യാൻ ഓൾസോ യൂസ് ദിസ്. ഇതിൻ്റെ കണ്ടീഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാനിത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ടൈം മേടിച്ചിട്ടുള്ള സൺസ്ക്രീൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിത് അത്യാവശ്യം കുറേ തവണ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കീ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് അശ്വഗന്ധ ആൻഡ് ആൽഫ ആബ്യൂട്ടൻ ആണ്. അതുകൂടാതെ ഇതിൽ ഓട്ട് മിൽക്കും നയാസിനമൈഡും പാന്തനോളും ഹൈലറോണിക് ആസിഡും ഒക്കെ ഉണ്ട് കേട്ടോ. ടെക്സ്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദിസ് ഹാസ് എ ക്രീമി ജെൽ കൈൻഡ് ഓഫ് ടെക്സ്ചർ. ദാറ്റ് ഈസ് ഒരു തിക്കർ ജെൽ ക്രീം. അതുപോലത്തെ ഒരു ടെക്സ്ചറാണ് ഇതിനുള്ളത്. ആൻഡ് ദിസ് ഇസ് പ്രിറ്റി ഹൈഡ്രേറ്റിംഗ് ടു. ഇതിൻ്റെ ഒരു ഫിനിഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു നാച്ചുറൽ ഡ്യൂയി കൈൻഡ് ഓഫ് ഫിനിഷാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പിഗ്മെൻറ്റഡ് സ്കിൻ ആണെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് ഉള്ളവരാണെങ്കിൽ ദെൻ ഐ തിങ്ക് ദിസ് വുഡ് ബി എ ഗുഡ് ഓപ്ഷൻ ഫോർ യു. ബിക്കോസ് ഇതിൽ ആൽഫ ആബ്യൂട്ടിനും മറ്റ് പല ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്നിന് ഡാർക്ക് സ്പോട്ട്സിനൊക്കെ ട്രീറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഇൻഗ്രീഡിയൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു സൺസ്ക്രീൻ പ്ലസ് ഒരു ട്രീറ്റ്മെൻറ്റ് അതുപോലെ വർക്കൗട്ട് ആവുന്ന ഒരു സൺസ്ക്രീനാണിത്. കോമ്പിനേഷൻ നോർമൽ ഡ്രൈ സ്കിൻ ടൈപ്പ് ഒക്കെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് ഇത് കുറച്ചൊരു ഹെവി ഡ്യൂട്ടി ആയിട്ട് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, എസ്പെഷ്യലി ഫോർ കേരള ക്ലൈമറ്റ്. ഇവിടെ അധികം അങ്ങ് ചൂടില്ലാത്ത കുറച്ചൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഐ റിയലി എൻജോയ്ഡ് യൂസിങ് ദിസ്. ഐ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ദിസ്. അടുത്തത് അസായ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 2 സൺസ്ക്രീൻസ് ആണ്. ദിസ് ബ്രാൻഡ് ഇസ് കൈൻഡ് ഓഫ് ന്യൂ ഫോർ മീ. So this is Asaya Spotlight Sunscreen SPF 50 PA 4+ rating.
ഇതൊരു കെമിക്കൽ സൺസ്ക്രീൻ ആണ് ആൻഡ് ഇതിൽ ന്യൂ ജനറേഷൻ ഫിൽറ്റേഴ്സ് ആണ് മോസ്റ്റ്ലി യൂസ് ചെയ്തിട്ടുള്ളത് ആൻഡ് ദിസ് ഇസ് ഫ്രേഗ്രൻസ് ഫ്രീ ടു. ഇതൊരു പിഗ്മെന്റേഷൻ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇതിൽ മെലാമി കോംപ്ലക്സ് എന്ന് പറയുന്ന ഫാക്ടറിൽ കൂടുതൽ എംഫസൈസ് ചെയ്തിട്ടുണ്ട്. സോ മെലാമി എന്ന് പറയുന്നത് ഈസ് എ ബ്ലെൻഡ് ഓഫ് ബ്രൈറ്റനിങ് ആൻഡ് ആന്റി ഓക്സിഡന്റ് ഇൻഗ്രീഡിയൻസ്. ഇതിൽ നയാസിനമൈഡ്, ലിക്കറിഷ്, സാഫ്രൺ, വൈറ്റമിൻ ഇ, സീബക്തോൺ, ഹൈലറോണിക് ആസിഡ് ആൻഡ് സിക്കെ ഉണ്ട് കേട്ടോ. സോ ഇത് നമ്മുടെ സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട്സിനൊക്കെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യും. അത്യാവശ്യം ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും സൂദനിങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും ആന്റി ഓക്സിഡൻസും ഒക്കെ ഉള്ള ഒരു സൺസ്ക്രീൻ ആണിത്. ദിസ് ഹാസ് ലൈക്ക് എ ജെൽ ക്രീം കൈൻഡ് ഓഫ് ടെക്സ്ചർ ആൻഡ് ഇറ്റ് ഫീൽസ് പ്രിറ്റി ലൈറ്റ് വെയിറ്റ് ഓൺ ദ സ്കിൻ. ഒരു നല്ല നാച്ചുറൽ സ്കിൻ ലൈക്ക് ഫിനിഷ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ടെക്സ്ചറും ഫിനിഷും ഒക്കെ ഇതിന് മുന്നേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പല സൺസ്ക്രീൻസിനും ഉള്ള പോലത്തെ ഒരു ടെക്സ്ചറും ഫിനിഷൊക്കെയാണ് ഇതിനുള്ളത്. അഗെയിൻ ഇതും ഒരുവിധ എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൺസ്ക്രീൻ തന്നെയാണ്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പിഗ്മെന്റേഷനോ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ദിസ് സൺസ്ക്രീൻ വുഡ് ബി എ റിയലി ഗുഡ് ഓപ്ഷൻ ഫോർ യു. നല്ലൊരു സൺസ്ക്രീൻ ആട്ടോ, എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമായി. അടുത്തത് അസായയുടെ തന്നെ അക്വാ ഡ്യൂ സൺസ്ക്രീൻ ആണ്. SPF 50 PA3+ റേറ്റിംഗ് ആണ് ഇതിനുള്ളത്. ഇതിലൊരു ബാലൻസ്ഡ് കോമ്പിനേഷൻ ഓഫ് ന്യൂ ജെൻ ഫിൽറ്റേഴ്സ് ആൻഡ് ഓൾഡ് ജെൻ ഫിൽറ്റേഴ്സ് ആണ് വരുന്നത് ആൻഡ് ദിസ് ഇസ് ഫ്രേഗ്രൻസ് ഫ്രീ ടു. ഇതിൽ കീ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്ന റൈസ് വാട്ടർ എക്സ്ട്രാക്റ്റ് ആണ്. അതുകൂടാതെ ഇതിൽ നയാസിനമൈഡും ഹൈലറോണിക് ആസിഡും വൈറ്റമിൻ ഇ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിനൊരു ക്രീം ജെൽ കൈൻഡ് ഓഫ് ടെക്സ്ചർ ആണുള്ളത്. ദിസ് ഫീൽസ് പ്രിറ്റി ഹൈഡ്രേറ്റിംഗ് ഓൺ ദി സ്കിൻ ആൻഡ് ദിസ് ഗിവ്സ് എ നാച്ചുറൽ സ്കിൻ ലൈക്ക് ഡ്യൂയി ഫിനിഷ്. പ്രിറ്റി മച്ച് നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണിത്. അതുകൊണ്ട് തന്നെ നോർമൽ ടു ഡ്രൈ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അഗെയിൻ ഇതും അത്യാവശ്യം നല്ലൊരു സൺസ്ക്രീൻ ആയിരുന്നു. ഐ പ്രിറ്റി മച്ച് ലൈക്ക് ദിസ്, സോ ഐ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ദിസ്. അടുത്തത് ഹൈഫൻ്റെ ഒരു സൺസ്ക്രീൻ ആണ്. ഞാൻ അധികം ഹൈഫൻ പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. സോ ഈ ഇടയ്ക്ക് മേടിക്കാൻ നേരത്ത് ഹൈഫൻ്റെ ഒരു സൺസ്ക്രീൻ കൂടെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ദേ ഹാവ് സോ മെനി ഡിഫറെൻറ്റ് വേരിയൻറ്റ്സ് ഓഫ് സൺസ്ക്രീൻ ബട്ട് ഐ ചോസ് ദിസ് വൺ പെർട്ടിക്കുലർലി. This is all I need sunscreen with SPF 50 PA4+ rating. ഇതിൽ ഒരു ബാലൻസ്ഡ് കോമ്പിനേഷൻ ഓഫ് ന്യൂ ജെൻ ആൻഡ് ഓൾഡ് ജെൻ ഫിൽറ്റേഴ്സ് ആണ് വരുന്നത്. ഇത് കുറച്ച് നാൾ മുന്നേ ഇറങ്ങിയ ഒരു സൺസ്ക്രീൻ തന്നെയായിരുന്നു കേട്ടോ. ആൻഡ് ദിസ് ഇസ് ഫ്രേഗ്രൻസ് ഫ്രീ ടു. ഇത് അവർ ഓൾ ഐ നീഡ് സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ ഇതൊരു മോയ്സ്ചറൈസർ ആയിട്ടും ഒരു സൺസ്ക്രീൻ ആയിട്ടും വർക്ക് ചെയ്യുന്നുള്ളൊരു കോൺസെപ്റ്റിലാട്ടോ അവരിത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഐ പ്രിറ്റി മച്ച് അഗ്രി ടു ദാറ്റ് ടു. ഇതിൽ കീ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് നയാസിനമൈഡ്, കാക്കഡു പ്ലം, കോജിക് ആസിഡ്, സെറമൈഡ്സ് ആൻഡ് ഹൈലറോണിക് ആസിഡ് ആണ്. This has a cream-like texture to it. It is pretty moisturizing sunscreen and this gives a natural skin-like finish. നിങ്ങൾക്ക് നല്ലൊരു മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ് വേണ്ടത്, നിങ്ങൾക്കൊരു ഡ്രൈ സ്കിൻ ഓർ എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ then you can definitely consider using this sunscreen. I think you will love this sunscreen. അടുത്തത് ഒരു ആവേശത്തിന് കയറി മേടിച്ച് വൻ അബദ്ധമായി പോയി എന്നെനിക്ക് തോന്നിയൊരു സൺസ്ക്രീനാണ്. It is from Molten Beauty. ഇത് മിന്ത്രയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ആൻഡ് ഐ തിങ്ക് ദിസ് പെർട്ടിക്കുലർ ബ്രാൻഡ് ഇസ് സം ടൈപ്പ് ഓഫ് കൊളാബറേഷൻ വിത്ത് മിന്ത്ര. ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് കണ്ടൊരു സൺസ്ക്രീൻ ആട്ടോ. സോ ആ ടൈമിൽ ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻ മേ ബി ഐ ഷുഡ് ഗിവ് ദിസ് എ ഷോട്ട്. കുറച്ച് ബഡ്ജറ്റ് ടൈറ്റ് ആയിട്ടുള്ളവർക്കൊക്കെ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് ഒന്നും തന്നെ റിസർച്ച് ചെയ്യാതെ ഓടിപ്പോയി മേടിച്ചൊരു സൺസ്ക്രീൻ ആയിരുന്നു. ഓർഡർ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഇത് കണ്ടത്. സോ അധികം എനിക്ക് റിസർച്ച് ഒന്നും ചെയ്ത് മേടിക്കാൻ പറ്റില്ല. കണ്ടപ്പോൾ ഓക്കെ ലെറ്റ് മീ ഗിവ് ദിസ് എ ഷോട്ട് എന്ന് പറഞ്ഞ് മേടിച്ചായിരുന്നു. പിന്നെ വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഐ സേ വൈ. ഇതിൻ്റെ ടെക്സ്ചറൊക്കെ ഭയങ്കര പ്രോമിസിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബിക്കോസ് ദിസ് ഹാസ് ലൈക്ക് എ സിലിക്കോണി കൈൻഡ് ഓഫ് ടെക്സ്ചർ. സിലിക്കോൺ ബേസ് പ്രൈമേഴ്സിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ടെക്സ്ചറാണ് ഇതിനുള്ളത്. വെരി സിലിക്കോണി. അതുകൊണ്ട് തന്നെ ആ ഒരു പോർ ബ്ലറിങ് കൈൻഡ് ഓഫ് ഫിനിഷാണിത് പ്രൊവൈഡ് ചെയ്യുന്നത്. ബട്ട് ഭയങ്കര സ്ട്രോങ് സെൻ്റാണ് കേട്ടോ. ഭയങ്കര സ്ട്രോങ് മാൻലി ഓർ എന്താ പറയുക നമ്മുടെ ആഫ്റ്റർ ഷേവ് കൈൻഡ് ഓഫ് ഒരു സെൻറ്റാണുള്ളത്. വെരി വെരി സ്ട്രോങ് സെൻറ്റ്. യുനോ I know there are certain people who do not mind fragrances but this is extreme level of fragrance. Sunscreen തൂത്ത് കളഞ്ഞിട്ട് പോലും it still has that scent. ഇതിൽ SPF 50+ PA4+ rating mentioned ആണ് and this has oxybenzone in it too. Ingredients അത്യാവശ്യം പ്രോമിസിങ് ആയിരുന്നു. ഹൈലറോണിക് ആസിഡ്, സെറമൈഡ്സ്, നയാസിനമൈഡ്, കൊളാജിൻ, റൈസ് വാട്ടർ എന്നൊക്കെ മെൻഷൻഡ് ആണ്. ഇതിനൊരു ബ്ലൂ ടിൻറ്റും ഉണ്ട് ആൻഡ് എക്സ്ട്രീം ഫ്രേഗ്രൻസ് ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പം എൻ്റെ സ്കിന്നിൽ കുറച്ചൊരു എന്താ പറയുക കുറച്ചൊരു ബേണിങ്, കയ്യിൽ അപ്ലൈ ചെയ്തപ്പോഴും കുറച്ചൊരു ബേണിങ് കൈൻഡ് ഓഫ് ഒരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. സോ ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് തിങ്. സോ ഓവറോൾ ഐ ഫീൽ ദിസ് വാസ് ആൻ അബദ്ധം ആൻഡ് ഐ വുഡ് നോട്ട് പേഴ്സണലി റെക്കമെൻഡ് ദിസ് ടു എനി വൺ.
നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ മേടിക്കണ്ട കേട്ടോ. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. മേ ബി ഇഫ് യു ആർ ഓക്കെ വിത്ത് ഫ്രേഗ്രൻസ്, യു ലൈക്ക് ഹാവിങ് ഫ്രേഗ്രൻസ് ഇൻ യുവർ സ്കിൻ കെയർ, ആൻഡ് ഇഫ് യു ഡു നോട്ട് മൈൻഡ് ഹാവിങ് ഓക്സിബെൻസോൺ, then maybe you can try this, but I would highly suggest നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ട് okay let me try, affordable ആണല്ലോ എന്നുള്ളൊരു ആസ്പെക്റ്റിൽ നിങ്ങൾ മേടിക്കാൻ പോവുകയാണെങ്കിൽ please kindly do a patch test before using this on your face, because എനിക്ക് കയ്യിലിട്ടിട്ട് തന്നെ ചെറിയൊരു ബേണിംഗ് സെൻസേഷൻ വരുന്നുണ്ട്. I will not personally recommend this. നമ്മൾ സമ്മർ ടൈമിൽ എപ്പോഴും ഫേസ് സൺസ്ക്രീൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. പക്ഷേ മറന്നു പോകുന്നൊരു കാര്യമാണ് ബോഡി സൺസ്ക്രീൻസ്. ഡെഫിനറ്റ്ലി ഡു നോട്ട് സ്കിപ്പ് ബോഡി സൺസ്ക്രീൻ. ദിസ് ഇസ് കെമിസ്റ്റ് അറ്റ് പ്ലേ ബ്രൈറ്റ് ബൂസ്റ്റ് SPF ബോഡി ലോഷൻ. SPF 50+ PA 4+ റേറ്റിംഗ് ആണ് ഇതിനുള്ളത്. ഫേസ് സൺസ്ക്രീൻ ഡിഫറെൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് ഇതുപോലത്തെ ഒരു ബോഡി സൺസ്ക്രീൻ മേടിക്കുന്നതായിരിക്കും എപ്പോഴും ബോഡിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ നല്ലത് കേട്ടോ. ബിക്കോസ് ഫേസ് സൺസ്ക്രീൻസ് tend to be a little more expensive compared to body sunscreens. ഇതിന് തന്നെ 236 ml ആണ് വരുന്നത്. ഇതിൽ MRP മെൻഷൻഡ് 550 rupees ആണ്. ബട്ട് യു ക്യാൻ ഡെഫിനറ്റ്ലി ഫൈൻഡ് ദിസ് അറ്റ് എ ഡിസ്കൗണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ബോഡി സൺസ്ക്രീൻസ് മേടിച്ച് ബോഡിയിൽ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും ലാഭകരമായിട്ടുള്ള പരിപാടി എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. സോ ഹാവ് എ ഫേസ് സൺസ്ക്രീൻ ആൻഡ് ഹാവ് എ ബോഡി സൺസ്ക്രീൻ. സമ്മർ ടൈമിൽ കാലൊക്കെ ഇഗ്നോർ ചെയ്ത് പോയിട്ട് അവസാനം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും ചെരുപ്പ് കവറാവുന്ന ഭാഗത്ത് മാത്രം വെളുത്തിരിക്കും, സൺ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഭാഗത്തൊക്കെ കറുത്തിരിക്കും. അതുപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും എപ്പോഴേലൊക്കെ വന്നിട്ടുണ്ട്. സോ ഡോണ്ട് ലെറ്റ് ദാറ്റ് ഹാപ്പൻ ആൻഡ് വെയർ എ സൺസ്ക്രീൻ ഈവൻ ഓൺ യുവർ ലെഗ്സ്. ഓക്കെ, ഇനി ഇതേക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ 5% നയാസിനമൈഡ്സും സെറമൈഡ്സും ഒക്കെ ഉള്ള നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ബോഡി സൺസ്ക്രീൻ ആണ്. ഇതിൽ ഓഫ് കോഴ്സ് ഫ്രേഗ്രൻസ് ഉണ്ട്, ബട്ട് ഓൺ മൈ ബോഡി ലോഷൻസ് ഐ ജനറലി ഡു നോട്ട് മൈൻഡ് ഫ്രേഗ്രൻസ്. സോ എന്നെ പോലെ നിങ്ങൾക്കും ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന ലോഷൻസിൽ ഫ്രേഗ്രൻസ് ഒന്നും അധികം പ്രശ്നമില്ല എന്നാണെങ്കിൽ then this might work for you. വിഷ് കെയറിൻ്റെ ബോഡി സൺസ്ക്രീൻ വരും, ദാറ്റ് ഇസ് ഓൾസോ pretty good. You can try that one too. ഇതും നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. I pretty much liked it. സോ നെവർ സ്കിപ്പ് യുവർ ബോഡി സൺസ്ക്രീൻസ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ റീസെൻ്റ്ലി ട്രൈ ചെയ്തിട്ടുള്ള സൺസ്ക്രീൻസ് പറയുന്നത്. ആൻഡ് ഇഫ് യു ആസ്ക് മീ ടു പിക്ക് വൺ ഫേവറേറ്റ് ഫ്രം ദി ലോട്ട്, ഐ വുഡ് ഡെഫിനറ്റ്ലി പിക്ക് ദിസ് വൺ. അപ്പോൾ ദിസ് ഇസ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ ഗൈസ്. ഐ ഹോപ്പ് യു ഗൈസ് ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. ഇതിലേതെങ്കിലും സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെറ്റ് മീ നോ യുവർ തോട്ട്സ് ഓൺ ഇറ്റ്. ആൻഡ് ഇതിലേതെങ്കിലും സൺസ്ക്രീൻ നിങ്ങൾ ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലെറ്റ് മീ നോ ദാറ്റ് ടു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. പ്ലീസ് ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.